Hello everyone, welcome to EduFlix Net Coaching. ഇന്നത്തെ വീഡിയോയിൽ ലോജിക്കൽ റീസണിങ്ങിൽ നിന്നും അസേർഷൻ ആൻഡ് റീസൺ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. UGC നെറ്റ് ഉൾപ്പെടെ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കും അസേർഷൻ ആൻഡ് റീസണിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. കൂടുതൽ സ്റ്റുഡൻസ് സ്കിപ്പ് ചെയ്യുന്ന ഒരു പാർട്ടാണ് അസേർഷൻ ആൻഡ് റീസൺ. കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ വളരെ സിമ്പിളായിട്ടും അതുപോലെ തന്നെ മാർക്ക് സ്കോർ ചെയ്യാനും സാധിക്കുന്ന ഒന്നാണ്. ദെൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. തുടർന്നുള്ള വീഡിയോ ക്ലാസ്സുകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അസേർഷൻ ഒരു ഫാക്റ്റാണ്. ഏതെങ്കിലും ഒരു സംഭവത്തെ പറ്റി പറയുന്ന ഒരു സ്ട്രോങ് സ്റ്റേറ്റ്മെൻറ്റ്. അതൊരു ഇവൻറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു ഇൻവെൻഷനെ കുറിച്ചോ എന്തുമാകാം. ദെൻ റീസൺ മീൻസ് റീസൺ ബിഹൈൻഡ് ദ ഫാക്റ്റ്. തന്നിരിക്കുന്ന ഫാക്റ്റിൻ്റെ റീസൺ, തന്നിരിക്കുന്ന ഫാക്റ്റ് എന്തുകൊണ്ട് സംഭവിച്ചു അല്ലെങ്കിൽ അതിൻ്റെ കാരണം വ്യക്തമാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് റീസൺ സ്റ്റേറ്റ്മെൻറ്റ്. റീസൺ ട്രൂ ആണോ ഫോൾസ് ആണോ എന്നും അതുപോലെ തന്നെ ട്രൂ ആണെങ്കിൽ അസേർഷൻ്റെ കൃത്യമായ എക്സ്പ്ലനേഷൻ ആണോ എന്നുമാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അതിനായി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അസേർഷൻ സ്റ്റേറ്റ്മെൻറ്റും റീസൺ സ്റ്റേറ്റ്മെൻറ്റും ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് നോക്കണം. രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ട്രൂ ആണെങ്കിൽ മാത്രം രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് കടന്നാൽ മതി. ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണെങ്കിൽ നമുക്ക് അവിടെ വെച്ച് നിർത്താം, ആൻസർ നമുക്ക് കിട്ടും. ദെൻ രണ്ടാമത് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ തന്നിരിക്കുന്ന റീസൺ സ്റ്റേറ്റ്മെൻറ്റ് അസേർഷൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെങ്കിൽ മാത്രം രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് കടന്നാൽ മതി. നോർമലി 4 ഓപ്ഷൻസ് ആണ് വരുന്നത്. ഇഫ് ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അസേർഷനും റീസണും ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. റീസൺ സ്റ്റേറ്റ്മെൻറ്റ് അസേർഷൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. ദെൻ ഓപ്ഷൻ ബി പറയുന്നത് ഇഫ് ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ബട്ട് ആർ ഇസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അസേർഷനും റീസണും ശരിയാണ്, പക്ഷേ കറക്റ്റായിട്ടുള്ള എക്സ്പ്ലനേഷൻ അല്ല റീസൺ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിരിക്കുന്നത് എന്നുള്ളത്. മൂന്നാമതായിട്ട് വരുന്നത് അസേർഷൻ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്, റീസൺ സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ്. നാലാമത് പറഞ്ഞിരിക്കുന്നത് അസേർഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ്, റീസൺ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. നമ്മൾ ആദ്യം പറഞ്ഞത് എന്താണ്? ആദ്യം ചെക്ക് ചെയ്യുന്നത് അസേർഷൻ സ്റ്റേറ്റ്മെൻറ്റും റീസൺ സ്റ്റേറ്റ്മെൻറ്റും ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ളതാണ്. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെങ്കിൽ മാത്രം എക്സ്പ്ലനേഷൻ കൃത്യമായിട്ടുള്ളതാണോ എന്ന് നോക്കിയാൽ മതി. ഇനി ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണെങ്കിൽ നമുക്ക് പറയാം അസേർഷൻ ട്രൂ ആൻഡ് റീസൺ ഈസ് ഫോൾസ് എന്ന്, അല്ലെങ്കിൽ അസേർഷൻ ഈസ് ഫോൾസ് റീസൺ ഈസ് ട്രൂ എന്ന്. നോക്കുക, അസേർഷൻ ആണോ റീസൺ ആണോ തെറ്റായിട്ടുള്ളത് എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഇനി നമുക്ക് ഒരു പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അസേർഷൻ റിവർ നർമ്മദ ഫ്ലോസ് വെസ്റ്റ്വേർഡ്. ദെൻ റീസൺ നർമ്മദ ഫോൾസ് ഇൻ ടു ദി ബേ ഓഫ് ബംഗാൾ. ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താണ്? രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും ശരിയാണോ എന്ന് നോക്കാം. നർമ്മദ നദി വെസ്റ്റിലേക്കാണ് ഒഴുകുന്നതെന്നാണ്. ശരിയാണോ തെറ്റാണോ എന്ന് നോക്കാം. ശരിയാണ്, കാരണം നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് മധ്യപ്രദേശിലെ മൈക്കല പർവ്വത നിരകളിൽ ഉത്ഭവിച്ച് വെസ്റ്റിലേക്ക് ഒഴുകുന്ന നദിയാണ് നർമ്മദ എന്ന്. അപ്പം അസേർഷൻ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ദെൻ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് നർമ്മദ നദി ബേ ഓഫ് ബംഗാളിൽ വന്ന് പതിക്കുന്നു എന്നുള്ളതാണ്. ബേ ഓഫ് ബംഗാളിലല്ല നർമ്മദ നദി പതിക്കുന്നത്, മറിച്ച് അറേബ്യൻ സീയിലാണ്. അതുകൊണ്ട് തന്നെ റീസൺ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത് എന്താണ്? അസേർഷൻ ട്രൂ ആണ്, ബട്ട് ദ റീസൺ ഇസ് ഫോൾസ്. ഫോൾസ്. ഓപ്ഷൻ ഡി ആണ്, ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. എ ഈസ് ട്രൂ ആൻഡ് ആർ ഈസ് ഫോൾസ് എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അസേർഷൻ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. കാർബൺ മോണോക്സൈഡ് ഇൻഹെയിൽഡ് കോസ് ഡെത്ത്. റീസൺ സ്റ്റേറ്റ്മെൻറ്റ്
കാർബൺ മോണോക്സൈഡ് കമ്പൈൻസ് വിത്ത് ഹീമോഗ്ലോബിൻ. രണ്ടും ശരിയാണോ എന്ന് നോക്കാം. കാർബൺ മോണോക്സൈഡ് ശ്വസിക്കുമ്പം മരണം സംഭവിക്കുന്നു എന്നുള്ളതാണ് അസേർഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്. അത് ശരിയാണ്. കാർബൺ മോണോക്സൈഡ് ശ്വസിക്കുമ്പോൾ മനുഷ്യൻ മരിക്കുകയാണ് സംഭവിക്കുന്നത്. റീസണിൽ തന്നിരിക്കുന്നത് കാർബൺ മോണോക്സൈഡ് ഹീമോഗ്ലോബിനുമായിട്ട് കലരുന്നു എന്നുള്ളതാണ്. അതും ശരിയാണ്. കാർബൺ മോണോക്സൈഡ് മനുഷ്യൻ ശ്വസിക്കുമ്പോൾ അത് ഹീമോഗ്ലോബിനുമായിട്ട് കലരുന്നു എന്നുള്ളതാണ്. അപ്പം അസേർഷനും റീസണും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ട്രൂ ആണോ എന്നുള്ളത് നമ്മൾ നോക്കി. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും ട്രൂ ആയതുകൊണ്ട് തന്നെ നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് കടക്കുന്നു. കാരണം അതാണോ എന്നുള്ളത്, റീസൺ അല്ലെങ്കിൽ അസേർഷൻ്റെ കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണോ റീസൺ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിരിക്കുന്നതെന്ന്. അസേർഷനിൽ പറയുന്നു കാർബൺ മോണോക്സൈഡ് ശ്വസിക്കുമ്പോൾ മരിക്കുമെന്ന്. റീസണിൽ പറയുന്നു കാർബൺ മോണോക്സൈഡ് ഹീമോഗ്ലോബിനുമായി കലരുന്നുവെന്ന്. കാർബൺ മോണോക്സൈഡ് when inhaled causes death because കാർബൺ മോണോക്സൈഡ് combines with ഹീമോഗ്ലോബിൻ. കാർബൺ മോണോക്സൈഡ് ഹീമോഗ്ലോബിനുമായി കലരുന്നത് കൊണ്ടാണ് കാർബൺ മോണോക്സൈഡ് ശ്വസിക്കുമ്പോൾ മരിക്കുന്നത്. ഇത് രണ്ടും കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുമാണ്. തന്നിരിക്കുന്ന റീസൺ അസേർഷൻ്റെ കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷനുമാണ്. അതുകൊണ്ട് നമ്മുടെ ആൻസർ വരുന്നത് both A and R are true and R is the correct explanation of A. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ട്രൂ ആണ്. അസേർഷൻ്റെ കൃത്യമായിട്ടുള്ള റീസൺ ആണ് തന്നിരിക്കുന്ന റീസൺ സ്റ്റേറ്റ്മെൻറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അസേർഷൻ തന്നിരിക്കുന്നത് ദ സ്റ്റീം എഞ്ചിൻ വാസ് ഇൻവെൻറ്റഡ് ബൈ ജെയിംസ് വാട്ട്. റീസൺ there was a problem of taking out water from flooded mine. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റ് ആണോ, ട്രൂ ആണോ, ഫോൾസ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. സ്റ്റീം എഞ്ചിൻ വാസ് ഇൻവെൻറ്റഡ് ബൈ ജെയിംസ് വാട്ട്. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സ്റ്റീം എഞ്ചിൻ കണ്ടുപിടിച്ചത് ജെയിംസ് വാട്ട് ആണ്. ജെയിംസ് വാട്ട് കണ്ടുപിടിച്ചത് കൊണ്ട് തന്നെ വാട്ട് സ്റ്റീം എഞ്ചിൻ എന്നും സ്റ്റീം എഞ്ചിനെ വിളിക്കുന്നു. ദെൻ റീസൺ തന്നിരിക്കുന്നത് there was a problem of taking out water from flooded mine. ഫ്ലഡഡ് മൈനിൽ നിന്നും വെള്ളം പമ്പ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ട് എന്നാണ് പറയുന്നത്. റീസണും ശരിയാണ്. ഫ്ലഡഡ് മൈനിൽ നിന്നും വെള്ളം പമ്പ് ചെയ്യുന്നതിന് ഒരു സെൽഫ് വർക്കിംഗ് എൻജിൻ ആവശ്യമാണ് എന്നുള്ള തിരിച്ചറിവാണ് ജെയിംസ് വാട്ടിനെ കൊണ്ട് സ്റ്റീം എൻജിൻ ഇൻവെൻറ്റ് ചെയ്യിക്കാനുണ്ടായ പ്രചോദനം. അതുകൊണ്ട് തന്നെ അസേർഷനും ശരിയാണ്, റീസണും ശരിയാണ്. ദെൻ അസേർഷൻ്റെ കറക്റ്റായിട്ടുള്ള റീസൺ ആണ് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്. സോ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് ആർ ഇസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ എന്നുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അസേർഷൻ ഇന്ത്യ ഈസ് എ ഡെമോക്രാറ്റിക് കൺട്രി. ദെൻ റീസൺ ഇന്ത്യ ഈസ് എ ഡെവലപ്പിംഗ് കൺട്രി. സ്റ്റേറ്റ്മെൻറ്റ്സ് ശരിയാണോ എന്ന് നമുക്ക് നോക്കാം. ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്. അതെ, കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദെൻ റീസൺ ഇന്ത്യ ഈസ് എ ഡെവലപ്പിംഗ് കൺട്രി. ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ്. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും ട്രൂ ആണ്. ഇനി ഇന്ത്യ ഡെമോക്രാറ്റിക് കൺട്രി ആകാൻ കാരണം ഡെവലപ്പിംഗ് കൺട്രി ആയതുകൊണ്ടാണോ? അല്ല. ഇവിടെ നമുക്ക് ബിക്കോസ് എന്നുള്ളൊരു കണക്റ്റിംഗ് വെർബ് യൂസ് ചെയ്യാൻ സാധിക്കില്ല. ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് കൺട്രി ആകാൻ കാരണം ഒരിക്കലും ഡെവലപ്പിംഗ് കൺട്രി ആയതുകൊണ്ടല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ വരുന്നത് ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഇസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അസേർഷനും റീസണും ട്രൂ ആണ്, പക്ഷേ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അസേർഷൻ India's Republic Day falls on 26th January. Then reason Constitution of India declaring India as Republic came into force on 26th January 1950. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും ശരിയാണോ എന്ന് നോക്കാം. ഇന്ത്യയുടെ റിപ്പബ്ലിക് ഡേ എന്നാണ് 26th ജാനുവരി ആണ്. ഓക്കെ, അത് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമ്മൾ 26th ജനുവരി ആണ് റിപ്പബ്ലിക് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്.
ദെൻ റീസൺ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന ഇന്ത്യ റിപ്പബ്ലിക് ആയി എന്ന് 26 ജനുവരി 1950 ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ദിവസമാണ് റിപ്പബ്ലിക് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ റീസൺ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ദെൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അതിനെ ഡിക്ലെയർ ചെയ്തതുകൊണ്ടാണ് നമ്മൾ 26 ജനുവരിയിൽ റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുന്നത്. സോ അസേഷനും റീസണും ശരിയാണ്, അതുപോലെ തന്നെ കറക്റ്റ് എക്സ്പ്ലനേഷനാണ് തന്നിരിക്കുന്നത്. സോ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അസേഷൻ ആൻഡ് റീസൺ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.